നമസ്കാരം. മണലാരണ്യത്തിന്റെ ചൂടിലും പ്രവാസത്തിന്റെ തിരക്കുകളിലും പെട്ട് പുറത്തു പറയാനാകാത്ത സങ്കടക്കടൽ ഉള്ളിലൊതുക്കി ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു മലയാളി യുവാവിന്റെ ഓർമ്മകൾ പ്രവാസി ലോകത്തിന്റെ നെഞ്ചുലയ്ക്കുകയാണ്. ഒമാനിലെ ജലാൻ ബാനി ബു അലിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കാസർഗോഡ് സ്വദേശിയായ ഹരീഷ് കുമാർ എന്ന പ്രവാസി യുവാവിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ആത്മഹത്യാക്കുറിപ്പ് പ്രവാസികളിൽ ചിലരെങ്കിലും അനുഭവിക്കുന്ന കടുത്ത അരക്ഷിതാവസ്ഥയുടെ നേർചിത്രമായി മാറിക്കഴിഞ്ഞു. ഒമാനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും മസ്കറ്റ് KMCC നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റും കെയർവിംഗ് ചെയർമാനുമായ ഇബ്രാഹിം ഒറ്റപ്പാലം പങ്കുവച്ച വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹരീഷിന്റെ അവസാനാഗ്രഹത്തിന്റെ കണ്ണീരുറയുന്ന വിവരങ്ങൾ പുറംലോകമറിഞ്ഞത്. വർഷങ്ങളായി ഒമാനിൽ മരണപ്പെടുന്ന നൂറുകണക്കിന് പ്രവാസികളുടെ മരണാനന്തര നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇബ്രാഹിം ഒറ്റപ്പാലത്തെ പോലും മാനസികമായി തളർത്തുന്നതായിരുന്നു ആ കടലാസ് തുണ്ടിലെ വരികൾ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: താങ്ങാൻ കഴിയാത്ത അത്രയും വലിയൊരു സങ്കടക്കടൽ ഉള്ളിൽ ഒതുക്കാൻ വയ്യാതെ ഒടുവിൽ ശ്വാസം മുട്ടിപ്പോയത് കൊണ്ടാണോ അവൻ അങ്ങനെ ചെയ്തത്? അതോ ഒരു നിമിഷത്തെ ഇരുളടഞ്ഞ ആലോചനയിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയാൻ തോന്നിയതാണോ? അറിയില്ല. കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളോ അതോ തൊഴിലിടങ്ങളിലെ കനൽ വഴികളോ? നമുക്കൊന്നിനും ഉത്തരമില്ല. പക്ഷേ ഒടുവിൽ അവന്റെ ചേതനയറ്റ ശരീരത്തിന്റെ പോക്കറ്റിൽ നിന്നും ചുരുട്ടിക്കൂട്ടിയ നിലയിൽ കണ്ടെടുത്ത ആ ഒരു തുണ്ട് കടലാസിലെ വരികൾ അതെന്റെ ഉള്ളുലയ്ക്കുകയല്ല, മറിച്ച് നെഞ്ചു പിളർന്ന് കളയുകയാണ് ചെയ്തത്. വർഷങ്ങളായി പ്രവാസ ലോകത്തുണ്ട് ഞാൻ. മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയ എത്രയോ പ്രവാസികളുടെ മരണങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി എത്രയോ പേരുടെ പെട്ടികൾ കണ്ണീരോടെ നാട്ടിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നു. ചിലരെയൊക്കെ ഈ മണലിൽ തന്നെ മതാചാരപ്രകാരം മണ്ണോട് ചേർക്കാനും നേതൃത്വം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രവാസി കുടുംബങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലുകൾ കേട്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള മരണാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു അനുഭവം ഇതാദ്യമാണ്. പലവട്ടം, അതെ പലവട്ടം ഞാൻ ആ കടലാസ് കഷ്ണം വീണ്ടും വീണ്ടും വായിച്ചു. വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ള് പിടയുകയായിരുന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഈ മൃതദേഹം എന്തു ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ സ്വന്തം കൈപ്പടയിൽ കടലാസിൽ കുറിച്ചു വെക്കുക, എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുത്തേക്കാൻ അമ്മയോട് പറയണം എന്നുപോലും എഴുതി വയ്ക്കാൻ അവൻ എങ്ങനെ തോന്നിയിട്ടുണ്ടാകും? മരിക്കാൻ പോകുന്ന ആ അവസാന നിമിഷത്തിലും ഒടുങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന് ചിന്തിച്ച അവന്റെ ഉള്ളിലെ ആ സങ്കടത്തിന്റെ ആഴം എത്രയായിരുന്നിരിക്കണം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് എനിക്ക് ഒമാനിലെ ജലാൻ ബനി ബു അലിയിൽ നിന്നും ഒരു സ്വദേശിയുടെ വിളി വരുന്നത്. തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന മലയാളി തൊഴിലാളി മരിച്ചുപോയി എന്നതായിരുന്നു ആ വാർത്ത. പെട്ടെന്ന് തന്നെ അതിന്റെ പേപ്പർ വർക്കുകൾ തുടങ്ങാനുള്ള ഒരുക്കത്തിനിടയിലാണ് സ്പോൺസറുടെ അടുത്ത വിളിയും ഒപ്പം ഒരു വാട്സപ്പ് സന്ദേശവും എൻ്റെ ഫോണിൽ എത്തുന്നത്. ഇങ്ങനെയൊരു കുറിപ്പ് അവന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു ആ അറബി എന്നെ വിളിച്ചത്. ആ കുടുംബത്തിന്റെ ഫോൺ നമ്പറും എൻ്റെ കൈകളിൽ തന്നു. എല്ലാം ദൈവത്തെ ഓർത്ത് ഉചിതമായി കൈകാര്യം ചെയ്യാനും ആ സ്പോൺസർ എന്നെ ചുമതലപ്പെടുത്തി. ആ അറബിയുടെ വിളി കട്ട് ചെയ്ത് ഞാൻ ഫോണിലേക്ക് നോക്കി. ആ വാട്സപ്പ് ചിത്രത്തിൽ കണ്ട ആ വരികൾ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ നിന്ന് മായുന്നില്ല. പ്രവാസം എന്നാൽ വെറും പണമുണ്ടാക്കൽ മാത്രമല്ലെന്നും ചിലരുടെയെങ്കിലും ഉള്ളിൽ തിളച്ചുമറിയുന്ന വലിയൊരു ഏകാന്തതയുടെയും നിസ്സഹായാവസ്ഥയുടെയും നരകമാണെന്നും ഈ ഒരു തുണ്ട് കടലാസ് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് ആ അമ്മയെ വിളിച്ച് ഞാനിത് പറയുക? എൻ്റെ ഉള്ള് ഇപ്പോഴും പിടയുകയാണ്. കാസർഗോഡ് പനത്തടി ചാമുണ്ടിക്കുന്ന് പുളിക്കടവ് വെള്ളാവൂർ ഹൗസിലെ മോഹനൻ ജയശ്രീ ദമ്പതികളുടെ മകനായ ഹരീഷ് ജലാൻ ബനി ബു അലിയയിലെ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. 36 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഹരീഷിന്റെ ഒമാനി സ്പോൺസറാണ് തൊഴിലാളി മരിച്ച വിവരം ഇബ്രാഹിം ഒറ്റപ്പാലത്തെ ഫോണിലൂടെ അറിയിക്കുന്നത്.